സച്ചു നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി. ഇന്നേ വരെ നീ നമ്മുടെ ടീമിനോട് ഒരു കളി പോലും മുടക്കിയിട്ടില്ല. ഇന്നലെ നിനക്ക് എന്ത് പറ്റി? അത് പിന്നെ ക്യാപ്റ്റൻ വൈഫിന്റെ അപ്പൂപ്പന്റെ 99 പിറന്നാളായിരുന്നു. സച്ചു നീ യവനെ കണ്ടുപിടി. യവന്റെ ഫസ്റ്റ് നൈറ്റ് എന്ന് അവിടുത്തെ കളി വേണ്ടെന്ന് വെച്ചിട്ട് അവൻ നമ്മളെ ടീമിന് വേണ്ടി കളിക്കാൻ വന്നു. ചുമ്മല്ല അവള് കണ്ടവന്റെ കൂടെ പോയത്. പിന്നെ താണ്ട ഇവന്റെ പെണ്ണിനെ വിളിച്ചിറക്കിയുള്ള ദിവസം നമുക്ക് മാച്ച് ഉണ്ടായിരുന്നു. അത് വേണ്ടെന്ന് വെച്ചിട്ട് അവൻ നമുക്ക് വേണ്ടി കളിക്കാൻ വന്നു. അതാണ് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാ. ഓ മുട്ടത്തോട് പോലത്തെ മുഖം. അത് വിരിയണതിന് മുമ്പേ വിളിച്ചിറക്കാൻ വേണ്ടി. എന്റെ പൊന്ന് ക്യാപ്റ്റൻ ഉള്ള കാര്യം ഞാൻ പറയാം. ഈ കണ്ണാടി വെച്ച് വല്ല വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ പോയാൽ ഇവന്റെ വീട്ടിറക്കയിലും ഉപയോഗം ഉണ്ടാവും. നമ്മളെ ടീമിൽ വന്നിട്ട് യാതൊരു ഉപയോഗം ഇവനെ കൊണ്ടില്ല. നിർത്തി. പിന്നെ ഈ ഞാൻ ക്രിക്കറ്റിന് വേണ്ടിട്ട് പെണ്ണു പോലും കിട്ടിയിട്ടില്ല. എന്തോ അല്ല ഇങ്ങനെ ക്രിക്കറ്റ് കളിച്ചിരുന്ന ആര് പെണ്ണുകാര്? അത് കറക്റ്റ്. സച്ചു നീ കൂടുതലൊന്നും പറയണ്ട. നീ നമ്മുടെ ടീമിനോട് ചെയ്തത് തെറ്റാണ്, സമ്മതിച്ച്. പക്ഷെ അതിലൊരു ശരിയുണ്ട്. എന്തോ ശരി? ഞാൻ പറഞ്ഞുതരാം. അതെ, ഇന്നെന്റെ അപ്പൂപ്പന്റെ 99ാമത്തെ ബർത്ത്ഡേ ആണ്. ചേട്ടൻ വരണം. അയ്യേ ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ മതി. ഇന്ന് നമുക്ക് മാച്ച് ഡേ. എന്റെ കൂടെ വന്നാ ഞാൻ എന്റെ പുതിയ ക്രിക്കറ്റ് ബാറ്റ് വാങ്ങിത്തരാം. പോവാം. പോവാം. ഇനി പറ, ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ? ബാറ്റ് എവിടെ? അതല്ല, തെറ്റാണോ ശരിയാണോ അതാദ്യം പറ. ബാറ്റ് എവിടെ ഇറക്കാ? അമ്പോ തൊട്ടാ 6 തന്നെ. തുടങ്ങലാണ് കാര്യം. ഭാര്യമാരായ ഇങ്ങനെ വേണം. നീ ശരിക്കും ലക്കിയാണ്ട്രാ. പിന്നെ ക്യാപ്റ്റൻ അടുത്ത ആഴ്ച 3 മാച്ച് ഞാൻ കാണൂലേ. വൈഫിന്റെ അനിയത്തിയുടെ കല്യാണം. ഇത് നടക്കൂല സച്ചു. നിന്നെ ടീമിൽ നിന്ന് പുറത്താക്കും. ക്യാപ്റ്റൻ അവളോട് കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ടീമിന് ഫുൾ ജേഴ്സി സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പോയിട്ട് അതെ, എനിക്ക് പെയിൻ തുടങ്ങി. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകോ? മാച്ച് വണ്ടി ഓടിച്ചോണ്ടെന്നാണെങ്കിൽ പോ. ഇവിടെ നമുക്ക് മാച്ച് ഉണ്ട്. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ ക്രിക്കറ്റ് കിറ്റ് മേടിച്ചു തരാം. പോയിട്ടോ ക്യാപ്റ്റൻ പോയിട്ടില്ല. ഈ വണ്ടി ഒന്ന് ഓട്ടിക്കോ? നീ ഓട്ടിച്ചോ? വണ്ടി ഓടിച്ച് ഞാൻ ടർഫ് വെച്ച് തരാം. എന്നാ നീ പൈസ കൊടുക്കാതെ ടർഫിൽ കളിക്കാം. ഇങ്ങനെ പോവേണേ ക്രിക്കറ്റ് സ്റ്റേഡിയം വരെ കെട്ടിക്കൊടുക്കുമല്ലേ.